Hi, I'm Shamir. Welcome back. Learn English through stories. Listening stories is a good way to learn English. This is not a wrong way to learn English. If you want to speak English, you have to practice. Unless you practice, you cannot speak English. I'm sure that this video will help you to learn English. എ ലോങ് ടൈം എഗോ, ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ്, ദർ വാസ് ഉണ്ടായിരുന്നു, എ ഹ്യൂജ് ആപ്പിൾ ട്രീ. ഹ്യൂജ് എന്നാൽ വലിയ എന്നുള്ള അർത്ഥമാണ്. ഒരു വലിയ ആപ്പിൾ വൃക്ഷം ഉണ്ടായിരുന്നു. എ ലിറ്റിൽ ബോയ്, ഒരു ചെറിയ ആൺകുട്ടി, ലൗഡ് ഇഷ്ടപ്പെട്ടിരുന്നു, വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു, ടു കം വരാൻ, അവിടേക്ക് വരുന്നത് ആ ആൺകുട്ടി വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. കം ആൻഡ് പ്ലേ, വന്നിട്ട് അവിടെ കളിക്കുക, കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എറൗണ്ട് ഇറ്റ്, അതിനു ചുറ്റും, ആ വൃക്ഷത്തിന് ചുറ്റും. എവരി ഡേ, എല്ലാ ദിവസവും അവിടേക്ക് വന്ന് അതിനു ചുറ്റും കളിക്കാൻ ആ ആൺകുട്ടി അതിയായി താല്പര്യപ്പെട്ടിരുന്നു. ഹീ ക്ലൈംഡ്, അവൻ കയറി, ടു ദ ട്രീ ടോപ്പ്. ട്രീ ടോപ്പ് എന്നാൽ വൃക്ഷത്തിൻ്റെ മുകൾ ഭാഗം. ആ വൃക്ഷത്തിൻ്റെ മുകൾ ഭാഗത്തേക്ക് അവൻ കയറിയിരുന്നു. ക്ലൈംബ് എന്നാൽ മരം കയറുക എന്നുള്ള അർത്ഥമാണ്. 8 ഭക്ഷിച്ചു, ദ ആപ്പിൾസ്, ആപ്പിളുകൾ അവൻ ഭക്ഷിച്ചു. ആൻഡ് ടുക്ക് എ നാപ്പ്, നാപ്പ് എന്നാൽ ചെറിയ ഉറക്കം എന്നുള്ള അർത്ഥമാണ്, മയങ്ങുക. അണ്ടർ ദ ഷാഡോ, ഷാഡോ എന്നാൽ തണൽ എന്നുള്ള അർത്ഥമാണ്. അവൻ ആപ്പിളുകൾ ഭക്ഷിച്ച് ആ വൃക്ഷത്തിൻ്റെ തണലിൽ മയങ്ങുമായിരുന്നു. ഹി ലവ്ഡ് ദ ട്രീ, അവൻ ആ വൃക്ഷത്തെ സ്നേഹിച്ചിരുന്നു. ആൻഡ് ദ ട്രീ, ആ വൃക്ഷം, ലവ് ടു പ്ലേ വിത്ത് ഹിം, അവൻ്റെ കൂടെ കളിക്കുന്നത് ആ വൃക്ഷം വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. ടൈം വെൻറ്റ് ബൈ, കാലങ്ങൾ കഴിഞ്ഞുപോയി. ദ ലിറ്റിൽ ബോയ് ഹാഡ് ഗ്രോൺ അപ്പ്, ആ ആൺകുട്ടി വളർന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് ഹീ നോ ലോങ്ങർ പ്ലേഡ്, അവൻ ഒരിക്കലും ആ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കളിച്ചില്ല, അവൻ വളർന്നു. എറൗണ്ട് ദ ട്രീ എവരി ഡേ, എറൗണ്ട് എന്നാൽ ചുറ്റുപാടും, ആ വൃക്ഷത്തിന് ചുറ്റുപാടും അവൻ ദിവസവും ഒരിക്കലും കളിച്ചില്ല, അവൻ വളർന്നിട്ടുണ്ടായിരുന്നു. കാലങ്ങൾ കഴിഞ്ഞുപോയി. വൺ ഡേ, ഒരു ദിവസം, ദ ബോയ് കെയിം ബാക്ക്. കം ബാക്ക് എന്നാൽ തിരിച്ചു വരിക, അതിൻ്റെ പാസ്റ്റാണ് കെയിം ബാക്ക്. വൺ ഡേ, ഒരു ദിവസം, ദ ബോയ് കെയിം ബാക്ക്, ആ ആൺകുട്ടി തിരിച്ചു വന്നു. ടു ദ ട്രീ, ആ വൃക്ഷത്തിനടുത്തേക്ക് അവൻ തിരിച്ചു വന്നു. ആൻഡ് ഹീ ലുക്ക്ഡ് സാഡ്, അവനെ ദുഃഖിതനായിട്ട് കാണപ്പെട്ടു. അവനെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നുന്നത്, അങ്ങനെ ദുഃഖിതനായിട്ട് അവൻ ആ വൃക്ഷത്തിന് ചുവട്ടിലേക്ക് ഒരു ദിവസം തിരിച്ചു വന്നു. കം ആൻഡ് പ്ലേ വിത്ത് മീ, വന്നിട്ട് എൻ്റെ കൂടെ കളിക്കൂ. ദ ട്രീ ആസ്ക്ഡ് ദ ബോയ്, ആ ആൺകുട്ടിയോട് ആ വൃക്ഷം ചോദിച്ചു, വന്നിട്ട് എൻ്റെ കൂടെ കളിക്കുമോ. ഇവിടെ ആസ്ക്ഡ് എന്നാൽ ആവശ്യപ്പെട്ടു അല്ലെങ്കിൽ ചോദിച്ചു, ഇതൊക്കെയാണ് അർത്ഥം. ആ വൃക്ഷം പറഞ്ഞു ആ ആൺകുട്ടിയോട്, ഇവിടേക്ക് വന്ന് എൻ്റെ കൂടെ കളിക്കൂ. ഐ ആം നോ ലോങ്ങർ എ കിഡ്, ഞാൻ ഇപ്പോൾ ഒരു കുട്ടിയല്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാനൊരു കുട്ടിയല്ല, ഒരു ചെറിയ കുട്ടിയല്ല. ഐ ഡോണ്ട് പ്ലേ, ഞാൻ കളിക്കാറില്ല. എറൗണ്ട് ട്രീസ് എനിമോർ, ഒട്ടും തന്നെ ഞാൻ വൃക്ഷങ്ങൾക്ക് ചുറ്റും കളിക്കാറില്ല, ഞാൻ ഇപ്പോൾ ഒരു ചെറിയ കുട്ടിയല്ല. ദ ബോയ് റിപ്ലൈഡ്, ആ ആൺകുട്ടി മറുപടി പറഞ്ഞു, ഞാൻ ഒട്ടും തന്നെ ചെറിയ കുട്ടിയല്ല, ഞാൻ ഇപ്പോൾ വൃക്ഷങ്ങൾക്ക് ചുറ്റും കളിക്കാറില്ല. ഐ വാണ്ട് ടോയ്സ്, എനിക്ക് കളിപ്പാട്ടങ്ങൾ വേണം. ഐ നീഡ് മണി ടു ബൈ ദം, ദം എന്നാൽ അവകൾ, കളിപ്പാട്ടങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ഐ നീഡ് മണി, എനിക്ക് പണം അത്യാവശ്യമാണ്. ടു ബൈ വാങ്ങാൻ, ദം അവകൾ, ആ കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ പണം എനിക്ക് ആവശ്യമാണ്. സോറി ബട്ട് ഐ ഡോണ്ട് ഹാവ് മണി, പക്ഷേ ഐ ഡോണ്ട് ഹാവ് മണി, എൻ്റെ അടുത്ത് പണമില്ല. ഐ ഡോണ്ട് ഹാവ് എന്നാൽ എൻ്റെ അടുത്ത് ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഐ ഡോണ്ട് ഹാവ് മണി, എൻ്റെ അടുത്ത് പണമില്ല. പക്ഷേ യു ക്യാൻ പിക്ക്, നിനക്ക് എടുക്കാം. ഓൾ മൈ ആപ്പിൾസ്, എൻ്റെ എല്ലാ ആപ്പിളുകളും നിനക്ക് എടുക്കാം. ആൻഡ് സെൽ ദം, സെൽ എന്നാൽ വിൽക്കുക, ദം എന്നാൽ ആപ്പിളുകൾ, ആ ആപ്പിളുകൾ, എൻ്റെ എല്ലാ ആപ്പിളുകളും എടുത്ത് നിനക്ക് വിൽക്കാം. ദെൻ യു വിൽ ഹാവ് മണി, അങ്ങനെ നിനക്ക് പണമുണ്ടാക്കാം. യു വിൽ ഹാവ് എന്നാൽ നിനക്ക് ഉണ്ടാക്കാം എന്നുള്ള അർത്ഥമാണ്. അങ്ങനെ ആപ്പിളുകൾ വിറ്റുകൊണ്ട് നിനക്ക് പണമുണ്ടാക്കാം.
ദ ബോയ് വാസ് സോ എക്സൈറ്റഡ്. ആ ആൺകുട്ടി അതിയായി സന്തോഷിച്ചു. ഹി ഗ്രാബ്ഡ്. അവൻ പറിച്ചെടുത്തു. ഓൾ ദി ആപ്പിൾസ്. എല്ലാ ആപ്പിളുകളും അവൻ പറിച്ചെടുത്തു. ഓൺ ദ ട്രീ. ആ വൃക്ഷത്തിലുള്ള എല്ലാ ആപ്പിളുകളും അവൻ എടുത്തു. ആൻഡ് ലെഫ്റ്റ് ഹാപ്പിലി. എന്നിട്ട് സന്തോഷത്തോടെ അവിടം വിട്ടുപോയി. ദ ബോയ് നെവർ കെയിം ബാക്ക്. ആ ആൺകുട്ടി ഒരിക്കലും തിരിച്ചു വന്നില്ല. അതിനുശേഷം. ആഫ്റ്റർ ഹി പിക്ഡ് ദ ആപ്പിൾസ്. അവൻ ആപ്പിളുകൾ കൊണ്ടുപോയതിനു ശേഷം അവൻ ഒരിക്കലും തിരിച്ചു വന്നില്ല. ആൻഡ് ദ ട്രീ വാസ് സാഡ്. അങ്ങനെ ആ വൃക്ഷം ദുഃഖിതനായിരുന്നു. വൺ ഡേ. ഒരു ദിവസം. ദ ബോയ് റിട്ടേൺഡ്. ആ ആൺകുട്ടി ഒരു ദിവസം റിട്ടേൺഡ് എന്നാൽ തിരിച്ചു വന്നു. ആ ആൺകുട്ടി ഒരു ദിവസം തിരിച്ചു വന്നു. ആൻഡ് ദ ട്രീ വാസ് സോ എക്സൈറ്റഡ്. ആ വൃക്ഷത്തിന് അതിയായി സന്തോഷം തോന്നി. കം ആൻഡ് പ്ലേ വിത്ത് മീ. വന്നിട്ട് എൻ്റെ കൂടെ കളിക്കൂ. ദ ട്രീ സെഡ്. ആ വൃക്ഷം പറഞ്ഞു, വന്നിട്ട് എൻ്റെ കൂടെ കളിക്കൂ. ഐ ഡോണ്ട് ഹാവ് ടൈം ടു പ്ലേ. ഐ ഡോണ്ട് ഹാവ്. എനിക്കില്ല. ടൈം. സമയമില്ല. ഐ ഡോണ്ട് ഹാവ് ടൈം. എനിക്ക് സമയമില്ല. ടു പ്ലേ. കളിക്കാൻ എനിക്ക് സമയമില്ല. ഐ ഹാവ് ടു വർക്ക് ഫോർ മൈ ഫാമിലി. ഐ ഹാവ് ടു വർക്ക്. എനിക്ക് ജോലി ചെയ്യേണ്ടതുണ്ട്. ഫോർ മൈ ഫാമിലി. എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എനിക്ക് ജോലി ചെയ്യേണ്ടതുണ്ട്. വി നീഡ് എ ഷെൽട്ടർ ഹൗസ്. ഞങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു വീട് അത്യാവശ്യമാണ്. വി നീഡ് എന്നാൽ ഞങ്ങൾക്ക് അത്യാവശ്യമാണ്. ക്യാൻ യു ഹെൽപ്പ് മീ. നിനക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുമോ. സോറി ബട്ട് ഐ ഡോണ്ട് ഹാവ് എ ഹൗസ്. പക്ഷേ എൻ്റെ അടുത്തൊരു വീടില്ല. ആ വൃക്ഷം മറുപടി പറഞ്ഞു. പക്ഷേ യു ക്യാൻ ചോപ്പ് ഓഫ്. ചോപ്പ് ഓഫ് എന്നാൽ വെട്ടിയെടുക്കുക എന്നുള്ള അർത്ഥം. വെട്ടി കഷ്ണങ്ങളാക്കുക, ഇതൊക്കെയാണ് അർത്ഥം. മൈ ബ്രാഞ്ചസ് എന്നാൽ ചില്ലകൾ. എൻ്റെ ചില്ലകൾ നിനക്ക് വെട്ടിയെടുക്കാം. ടു ബിൽഡ് യുവർ ഹൗസ്. നിങ്ങൾക്ക് വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചില്ലകൾ നിനക്ക് വെട്ടിയെടുക്കാം. പക്ഷേ എൻ്റെ അടുത്തൊരു വീടില്ല. ആ വൃക്ഷം മറുപടി പറഞ്ഞു. സോ അങ്ങനെ ദ ബോയ് കട്ട്. ആ ആൺകുട്ടി മുറിച്ചു. ഓൾ ദ ബ്രാഞ്ചസ്. എല്ലാ ചില്ലകളും. ഓഫ് ദ ട്രീ. ആ വൃക്ഷത്തിൻ്റെ എല്ലാ ചില്ലകളും അങ്ങനെ ആ ആൺകുട്ടി മുറിച്ചെടുത്തു. ആൻഡ് ലെഫ്റ്റ് ഹാപ്പിലി. അങ്ങനെ അതിനുശേഷം സന്തോഷത്തോടെ അവിടം വിട്ടുപോയി. ദ ട്രീ വാസ് ഗ്ലാഡ് ടു സീ. ആ വൃക്ഷം സന്തോഷവാനായി. ടു സീ ഹിം. അവനെ കണ്ടതിൽ ആ വൃക്ഷം സന്തോഷവാനായി. പക്ഷേ ദ ട്രീ വാസ് അഗെയിൻ ലോൺലി ആൻഡ് സാഡ്. പക്ഷേ വീണ്ടും ആ വൃക്ഷം ദുഃഖിതനായി മാറി. അവൻ തനിച്ചും ദുഃഖിതനുമായി മാറി. ലോൺലി എന്നാൽ തനിച്ച്. വൺ ഹോട്ട് സമ്മർ ഡേ. ഒരു ചൂടുള്ള വേനൽക്കാല ദിവസത്ത് ദ ബോയ് റിട്ടേൺഡ്. ആ ആൺകുട്ടി തിരിച്ചു വന്നു. ആൻഡ് ദ ട്രീ വാസ് ഡിലൈറ്റഡ് എന്നാൽ സന്തോഷവാനായി എന്നുള്ള അർത്ഥമാണ്. ആ വൃക്ഷം അതിയായി സന്തോഷിച്ചു. കം ആൻഡ് പ്ലേ വിത്ത് മീ. വന്നിട്ട് എൻ്റെ കൂടെ കളിക്കൂ. ദ ട്രീ സെഡ്. ആ വൃക്ഷം പറഞ്ഞു, വന്നിട്ട് എൻ്റെ കൂടെ കളിക്കൂ. ഐ ആം സാഡ് ആൻഡ് ഗെറ്റിംഗ് ഓൾഡ് എന്നാൽ പ്രായമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. എനിക്ക് വാർദ്ധക്യം വന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ആം സാഡ്. ഞാൻ ദുഃഖിതനാണ്. ഐ ആം സാഡ് ആൻഡ് ഗെറ്റിംഗ് ഓൾഡ്. ഞാൻ ദുഃഖിതനാണ്. എനിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്. ഐ വാണ്ട് ടു ഗോ സെയിലിംഗ് ടു റിലാക്സ് മൈ സെൽഫ്. സെയിലിംഗ് എന്നാൽ ജലയാത്ര എന്നുള്ള അർത്ഥമാണ്. ഐ വാണ്ട് ടു ഗോ സെയിലിംഗ്. എനിക്ക് ജലയാത്ര നടത്തണം. ടു റിലാക്സ് മൈ സെൽഫ്. എനിക്ക് സന്തോഷം കണ്ടെത്താൻ വേണ്ടിയിട്ട് എനിക്ക് ജലയാത്ര നടത്തണം. ക്യാൻ യു ഗിവ് മീ എ ബോട്ട്. നിനക്ക് എനിക്കൊരു ബോട്ട് നൽകാൻ സാധിക്കുമോ. ക്യാൻ യു ഗിവ് മീ എന്നാൽ എനിക്ക് നൽകാൻ സാധിക്കുമോ. എ ബോട്ട് ഒരു ബോട്ട്. യൂസ് മൈ ട്രങ്ക് ടു ബിൽഡ് യുവർ ബോട്ട്. യൂസ് മൈ ട്രങ്ക്. എൻ്റെ ട്രങ്ക് എന്നാൽ ഇവിടെ തടി എന്നുള്ള അർത്ഥമാണ്. തടിമരം, ദേഹം.
എൻ്റെ ദേഹം ഉപയോഗിക്കുക ടു ബിൽഡ് യുവർ ബോട്ട്. നിനക്ക് ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, നിൻ്റെ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിനക്ക് എൻ്റെ ശരീരം ഉപയോഗിക്കാം. യു ക്യാൻ സെയിൽ ഫാർ അവേ. നിനക്ക് ഒരുപാട് ദൂരത്തേക്ക് ജലയാത്ര നടത്താം. ആൻഡ് ബി ഹാപ്പി. നിനക്ക് സന്തോഷവാനാകാം. നിനക്ക് ഒരുപാട് ദൂരത്തേക്ക് ജലയാത്ര നടത്തിക്കൊണ്ട് നിനക്ക് സന്തോഷം കണ്ടെത്താം. നിനക്ക് എൻ്റെ ശരീരം ഉപയോഗിക്കാം നിൻ്റെ ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി. സോ അങ്ങനെ ദ ബോയ് കട്ട്. ആ ആൺകുട്ടി മുറിച്ചു ദ ട്രീ ട്രങ്ക്സ്. ആ വൃക്ഷത്തിൻ്റെ മുരട് മുറിച്ചു അവന് ബോട്ട് ഉണ്ടാക്കാൻ വേണ്ടി. ഹി വെൻറ്റ് സെയിലിംഗ്. അവൻ ജലയാത്രയ്ക്ക് പോയി. അവൻ പോയി. സെയിലിംഗ് അവൻ ജലയാത്രക്ക് പോയി. ആൻഡ് നെവർ. അങ്ങനെ ഒരിക്കലും. ഷോഡ് അപ്പ് ഫോർ എ ലോങ് ടൈം. ഇവിടെ നെവർ ഷോഡ് അപ്പ് എന്നതിന് ഒരിക്കലും തിരിച്ചു വന്നില്ലായിരുന്നു എന്നുള്ള അർത്ഥമാണ്. ഫോർ എ ലോങ് ടൈം, ഒരുപാട് കാലത്തേക്ക് ഒരിക്കലും അവൻ അങ്ങോട്ടേക്ക്, ആ വൃക്ഷത്തിനടുത്തേക്ക് തിരിച്ചു വന്നില്ല. ഫൈനലി, അവസാനം, ദ ബോയ്, ആ ആൺകുട്ടി, റിട്ടേൺഡ്, തിരിച്ചു വന്നു. ആഫ്റ്റർ ഹി ഹാഡ്. ആഫ്റ്റർ എന്നാൽ അതിന് ശേഷം. ഹി ഹാഡ് ലെഫ്റ്റ് എന്നാൽ അവൻ പോയതിന് ശേഷം എന്നുള്ള അർത്ഥം. ഫോർ സോ മെനി ഇയേഴ്സ്. അവൻ അവിടം വിട്ട് പോയതിന് ശേഷം, ഒരുപാട് വർഷത്തിന് ശേഷം അവൻ അങ്ങോട്ടേക്ക് തിരിച്ചു വന്നു. സോറി മൈ ബോയ്, ബട്ട് പക്ഷേ, ഐ ഡോണ്ട് ഹാവ് എനിത്തിങ് ഫോർ യു. നിനക്ക് നൽകാൻ എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഐ ഡോണ്ട് ഹാവ് എന്നാൽ ഒന്നുമില്ല. ഐ ഡോണ്ട് ഹാവ് എനിത്തിങ്, എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഫോർ യു, നിനക്ക് നൽകാൻ വേണ്ടി എൻ്റെ അടുത്ത് ഒന്നുമില്ല. നോ മോർ ആപ്പിൾസ് ഫോർ യു. നിനക്ക് നൽകാൻ എൻ്റെ അടുത്ത് ഒട്ടും തന്നെ ആപ്പിളുകളില്ല. ദ ട്രീ സെഡ്. ആ വൃക്ഷം പറഞ്ഞു, എൻ്റെ അടുത്ത് നിനക്ക് നൽകാൻ ഒന്നുമില്ല, ആപ്പിളുകളില്ല, ഒന്നും തന്നെയില്ല. ഐ ഡോണ്ട് ഹാവ് ടീത്ത്. എനിക്ക് പല്ലുകളില്ല. ടു ബൈറ്റ്. കടിക്കാൻ എനിക്ക് പല്ലുകളില്ല. ദ ബോയ് റിപ്ലൈഡ്. ആ ആൺകുട്ടി മറുപടി പറഞ്ഞു, എനിക്കിപ്പോൾ ആപ്പിളുകൾ കഴിക്കാൻ പല്ലുകളില്ല. നോ മോർ ട്രങ്ക് ഫോർ യു ടു ക്ലൈംബ് ഓൺ. നിനക്ക് പിടിച്ചു കയറാൻ എനിക്ക് ശരീരമില്ല. ഐ ആം ടു ഓൾഡ് ഫോർ ദാറ്റ് നൗ. അതിന് എനിക്കിപ്പോൾ ഒരുപാട് പ്രായമായിട്ടുണ്ട്. ദ ബോയ് സെഡ്. ആ ആൺകുട്ടി പറഞ്ഞു, എനിക്കൊരുപാട് പ്രായമായിട്ടുണ്ട്. ഐ റിയലി കാൺട്ട് ഗിവ് യു എനിത്തിങ്. യഥാർത്ഥത്തിൽ നിനക്ക് ഒന്നും തരാൻ എനിക്ക് സാധിക്കുകയില്ല. ദ ഓൺലി തിങ് ലെഫ്റ്റ് ഈസ് മൈ ഡൈയിങ് റൂട്ട്സ്. ഡൈയിങ് റൂട്ട്സ് എന്നാൽ മരിച്ചുകൊണ്ടിരിക്കുന്ന വേരുകൾ. ദ ഓൺലി തിങ് ലെഫ്റ്റ് ഈസ്, ആകെ അവശേഷിക്കുന്നത്, മൈ ഡൈയിങ് റൂട്ട്സ്, ആകെ അവശേഷിക്കുന്നത്, എൻ്റെ അടുത്തുള്ളത്, എൻ്റെ മരിച്ചുകൊണ്ടിരിക്കുന്ന വേരുകൾ മാത്രമാണ്. ദ ട്രീ സെഡ് വിത്ത് ടീയേഴ്സ്. കണ്ണുനീരോടെ ആ വൃക്ഷം പറഞ്ഞു. ഐ ഡോണ്ട് നീഡ് മച്ച് നൗ. എൻ്റെ അടുത്ത് ധാരാളമില്ല. ജസ്റ്റ് എ പ്ലേസ് ടു റെസ്റ്റ്. വിശ്രമിക്കാൻ അല്പം സ്ഥലമേ ഉള്ളൂ. എൻ്റെ അടുത്ത് ധാരാളം ഒന്നുമില്ല ഇപ്പോൾ. ഐ ആം ടയേർഡ്. ഞാൻ ക്ഷീണിതനാണ്. ദ ബോയ് റിപ്ലൈഡ്. ആ ആൺകുട്ടി മറുപടി പറഞ്ഞു, ഞാൻ ക്ഷീണിതനാണ്. ഓൾ ട്രീസ് റൂട്ട്സ് ആർ ദ ബെസ്റ്റ് പ്ലേസ് ടു ലീൻ ഓൺ ആൻഡ് റെസ്റ്റ്. ഓൾ ട്രീസ് റൂട്ട്സ് ആർ ദ ബെസ്റ്റ് പ്ലേസ്. പഴയ വൃക്ഷങ്ങളുടെ വേരുകൾ വളരെ നല്ലൊരു സ്ഥലമാണ്. ടു ലീൻ ഓൺ. ലീൻ എന്നാൽ ചാരി നിൽക്കുക എന്നുള്ള അർത്ഥമാണ്. ചാരി വിശ്രമിക്കാൻ പഴയ വൃക്ഷങ്ങളുടെ വേരുകൾ വളരെ നല്ല ഒരു സ്ഥലമാണ്. കം സിറ്റ് ഡൗൺ വിത്ത് മീ ആൻഡ് റെസ്റ്റ്. വന്ന് എൻ്റെ കൂടെ ഇരുന്ന് വിശ്രമിക്കൂ. ദ ബോയ് സാറ്റ് ഡൗൺ. ആ ആൺകുട്ടി ഇരുന്നു. ആൻഡ് ദ ട്രീ വാസ് ഗ്ലാഡ്. ആ വൃക്ഷത്തിന് സന്തോഷമായി. ആൻഡ് സ്മൈൽഡ് വിത്ത് ടീയേഴ്സ്. കണ്ണുനീരുകളോടുകൂടെ ആ വൃക്ഷം പുഞ്ചിരിച്ചു. ആ വൃക്ഷത്തിന് സന്തോഷമായി. ദിസ് ഈസ് എ സ്റ്റോറി ഫോർ എവരി വൺ. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു കഥയാണ്. പേരൻസ് ആർ ലൈക്ക് ദ ആപ്പിൾ ട്രീ.
മാതാപിതാക്കൾ ഈ ആപ്പിൾ വൃക്ഷം പോലെയാണ്. ലൈക്ക് എന്നാൽ പോലെ എന്നുള്ള അർത്ഥമാണ്. പേരൻസ് ആർ ലൈക്ക് ദ ആപ്പിൾ ട്രീ. ഈ ആപ്പിൾ വൃക്ഷം പോലെയാണ് മാതാപിതാക്കൾ. ദേ ഗിവ് us, അവർ നമുക്ക് നൽകുന്നു. എവറിത്തിങ് ദേ ഹാവ്, അവർക്ക് ഉള്ളതെല്ലാം അവർ നമുക്ക് നൽകുന്നു. ത്രൂ ഔട്ട് ദെയർ ലൈഫ്സ്, ത്രൂ ഔട്ട് എന്നാൽ അവരുടെ ജീവിതത്തിൽ, ആകമാനം എന്നുള്ള അർത്ഥം. അവരുടെ ജീവിതത്തിൽ മുഴുവൻ സമയവും അവർക്കുള്ളതെല്ലാം എന്തെല്ലാമാണോ അതെല്ലാം അവർ നമുക്ക് നൽകുന്നു. ഓഫൺ, എപ്പോഴും. വിത്തൗട്ട് എക്സ്പെക്റ്റിംഗ്, വിത്തൗട്ട് എന്നാൽ ഇല്ലാതെ, എക്സ്പെക്റ്റിംഗ് എന്നാൽ പ്രതീക്ഷിക്കാതെ. പലപ്പോഴും ഒന്നും പ്രതീക്ഷിക്കാതെ അവർ അവർക്കുള്ളതെല്ലാം നൽകുന്നു. എക്സ്പെക്റ്റിംഗ് എനിത്തിങ് ഇൻ റിട്ടേൺ, തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ അവർക്കുള്ളതെല്ലാം അവർ നമുക്ക് നൽകുന്നു. ആസ് വി ഗ്രോ ഓൾഡർ, നമ്മൾ വളരുമ്പോൾ. വി മേ ഡ്രിഫ്റ്റ് അവേ, നമ്മൾ അവരെ വിട്ട് പോയേക്കാം, നമ്മൾ വളർന്ന് വലുതാകുന്ന സമയത്ത്. ആൻഡ് ഓൺലി കം, അപ്പോൾ മാത്രമാണ് തിരിച്ചു വരുന്നത്. ടു ദം, അവരുടെ അടുത്തേക്ക്. വെൻ വി നീഡ് സംതിങ്, നമുക്ക് എന്തെങ്കിലും വേണ്ട സമയത്ത് മാത്രമാണ് നമ്മൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നത്. നമ്മൾ വളർന്ന് വലുതാകുന്ന സമയത്ത് നമ്മൾ അവരെ വിട്ടു പോകുന്നു. വി ഷുഡ് ചെരിഷ്, നമ്മൾ താലോലിക്കണം. ആൻഡ് അപ്രീഷിയേറ്റ്, നമ്മൾ അഭിനന്ദിക്കുകയും ചെയ്യണം. ദം, അവരെ. ബിഫോർ ഇറ്റ്സ് ടു ലേറ്റ്, വളരെ വൈകുന്നതിന് മുമ്പ്, വളരെയധികം വൈകിപ്പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ അവരെ താലോലിക്കണം, നമ്മൾ അവരെ അഭിനന്ദിക്കുകയും വേണം.